പൂർവജന്മാർജിത കർമ്മമത്രേ ഭൂമി സർവരോഗർക്കും സുഖദുഃഖ കാരണമെന്ന് പോലെ അല്ലേ? എന്തിനാണ് ഞാൻ ഈ വേഷം ധരിക്കുന്നറിയാം? അന്ന് മധ്യവന്മാരായി മധ്യോത്സവന്മാരായി മുക്തിമാർഗം തിരിയാത്ത എത്രയും നീന്റെ ചണ്ണാള വേഷത്തെ ധരിച്ചു ഞാൻ. എന്തിനാണ്? അജ്ഞാനഭരിതനായിരിക്കുന്ന ശങ്കരാചാര്യരെ പരീക്ഷിപ്പാനായിക്കൊണ്ട് ജ്ഞാനഭരിതനായിരിക്കുന്നു ഞാൻ അല്ലേ? അന്ന് ആറണിയുന്ന നാഥൻ ആറടി എന്ന പദ്യം ആദിയിലെന്തം ചേർത്ത് ജാതിയിൽ മുൻപനായി. അന്ന് ആസവകുംഭത്തോടും കൂടെ പന്ഥാവിങ്കൽ നിന്നും കൂടെ കുടിച്ചും ചാടിയും ഓടി നിന്നും ചാളപ്പാട്ട് പാടിയും പാറിയ തലയുമ്മയിൽ ചേറ് കണ്ടണിഞ്ഞു പാരം കീറി ഏറെക്കെടുത്ത ചേലയും കൊടുത്ത് ബാലനായ എന്റെ നന്ദികേശനും. അങ്ങനെ ശങ്കരോപാധ്യായൻ വരുന്ന മാർഗമധ്യേ നിന്നു അല്ലേ? എന്നാ പറഞ്ഞേ? തെറ്റട പോലെയാ ഉള്ളിലുള്ളതായിരിക്കും ഒരു അജ്ഞതയാ പുറത്തു വന്നിന് അല്ല വലിയ തെറ്റട പോലെയാ. ഇതിപ്പോ തല്ലി കിട്ടുന്ന പറഞ്ഞു അല്ലേ? വരുന്നത് കണ്ടാൽ ദൂരെ പറഞ്ഞു നിൽക്കേണ്ടും ജാതിയാണ് നീ. അതുകൊണ്ട് എന്നോട് അധികം കളിക്കണ്ടേ, കളിച്ചാൽ കൊടുത്തിനി എന്റെ സമ്പ്രദായം പറഞ്ഞാട്ടെ. ഇനി കേട്ടുവാ, ഒപ്പത്തിന്റെ എല്ലാ കാര്യം രഹസ്യമാണ് അല്ലേ? ഞാനും നീയും എന്ത് വ്യത്യാസമായിട്ടുള്ളത് അല്ലേ? ജഗത്രയത്തിങ്കല് ആണുപെണ്ണെന്ന് രണ്ട് ജാതിയല്ലാതെ മറ്റാരാന്നടോ? അങ്ങനെ അല്ലേ? ഞങ്ങളെ കൊത്തിയാലും ചോര, നിങ്ങളെ കൊത്തിയാലും ചോര. പിന്നെ എന്തിനാ നീ എന്നോട് പറയുന്നത്? അന്നാണ് അജ്ഞത തെളിഞ്ഞു വന്നു. അജ്ഞതയെ മനസ്സിലാക്കി അജ്ഞതയെ